ദൈവമില്ല എന്ന് മാത്രം വാദിക്കുന്നവരല്ല അത്തീസ്റ്റുകൾ. അവർ ദൈവം, സ്വർഗം, നരകം, പുണ്യം, പാപം, ആത്മാവ് തുടങ്ങിയ യാതൊന്നുമില്ല എന്ന് വാദിക്കുന്നവരാണ്. ദൈവമില്ല എന്നും ദൈവമുണ്ടോ എന്ന് ഉറപ്പില്ല എന്നും പറയുന്ന ആളുകൾ യുക്തി കൊണ്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ ദൈവമുണ്ട് എന്ന് പറയുന്നവർ ഭക്തി കൊണ്ടാണ് ചിന്തിക്കുന്നത്. ചിലപ്പോ അവർക്കും അറിയാമായിരിക്കാം ദൈവം എന്നത് ഒരു സങ്കല്പം മാത്രമായിരിക്കാമെന്ന്. ഒന്നാമത്തെ എത്തിയിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല എന്ന് വാദിക്കുന്നവർ മാത്രമാണ്. മറ്റേ നാച്ചുറലിസ്റ്റുകളാണ്, അബോധികമായി ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നത്. അതുപോട്ടെ. അപ്പോൾ ദൈവം ഇല്ല എന്ന് വാദിക്കുന്ന ആളുകൾ യുക്തി കൊണ്ടാണ് അത് പറയുന്നത്. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഭക്തി കൊണ്ടാണെന്നുള്ളതാണ്. നമ്മുടെ ഈ കേരള പരിപക്ഷത്തിന്റെ യുക്തിവാദികളുള്ള അഭിസംബോധന, അതായത് നിരീശ്വരവാദികൾ എന്നുള്ള എത്തീസത്തിന്റെ കറക്റ്റ് മലയാള വാക്ക് പറയാതെ തങ്ങൾ യുക്തിവാദികളാണ്. ഇത് വേറെ വേറൊരു സ്കൂൾ ഓഫ് തോട്ട് ആയിരുന്നല്ലോ ചരിത്രത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ. ഇത് പറയുന്ന റാഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെനെ ദെക്കാർത്തെ ആയിരുന്നു അതിന്റെ ഇതായിട്ട് നമുക്ക് കാണാം. പക്ഷെ എംപിരിസിസ്റ്റുകളാണ് ഇവര്. അതായത് തങ്ങൾ കണ്ടുകൊണ്ട് കണ്ടത് മാത്രം അല്ലെങ്കിൽ അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് മാത്രം വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരാണ് ഈ പറയുന്ന നിരീശ്വരവാദികൾ. ഇവരെ നേരെ ഇവർക്കെതിരായ ഒരു ഐഡിയോളജിയിൽ ഇവരെ എടുത്തിട്ട് നേരത്തെ കമ്മ്യൂണിസത്തിന് പറ്റിയ പോലെ തന്നെ ഞങ്ങൾ ലിബറലുകളാണെന്ന് പറയുന്ന പോലെ തന്നെ അത് യുക്തി കൊണ്ട് അറിവ് കണ്ടെത്തുക. കാരണം ദൈവമുണ്ട് എന്ന് യുക്തി കൊണ്ട് മാത്രമേ കണ്ടെത്താൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് യുക്തി കൊണ്ട് അറിവ് കണ്ടെത്താൻ പറ്റും എന്ന് അംഗീകരിക്കേണ്ടതും എന്ന് സ്ഥാപിക്കേണ്ടതും വിശ്വാസികളുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് പണ്ട് തൊട്ടേ യുക്തിവാദം അല്ലെങ്കിൽ റാഷണലിസം എന്നത് റാഷണലിസത്തിന്റെ പിതാവായ റെനെ ദെക്കാർത്ത് ദൈവവിശ്വാസിയും അതിന് ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പല ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ച ആളുകളാണ്. കാരണം യുക്തി ഉണ്ടെന്ന് സ്ഥാപിച്ചാലേ നമുക്ക് ദൈവം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ പറ്റുള്ളൂ. യുക്തി അറിവിന്റെ മാർഗമാണെന്ന് സ്ഥാപിക്കണം. എന്നാൽ ഇവര് യുക്തി കൊണ്ട് മാത്രം കണ്ടെത്താൻ പറ്റില്ല. ഡേവിഡ് ഹ്യൂമിനൊക്കെ പോലുള്ള ആൾക്കാർ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, അനുഭവം വേണം, എംപിരിസിസം, അനുഭവ മാത്രവാദം. അപ്പൊ ദൈവത്തെ നമ്മൾ ടെലസ്കോപ്പിൽ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയുന്ന ഇവർ സത്യത്തിൽ എംപിരിസിസ്റ്റുകളാണ്. ഇവർക്ക് ഓപ്പോസിറ്റ് വന്നതാണ്. ഇതുപോലെ അറിയാതെയാണ് തങ്ങൾ യുക്തിവാദികൾ എന്ന് പറയുന്നത്. അത് പോട്ടെ. ഈ യുക്തി എന്ന വാക്ക് കേരളത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണ്. എന്റെ യുക്തിയിൽ അത് ചേരുന്നില്ല, അങ്ങനെയല്ലല്ലോ. യുക്തിക്ക് അങ്ങനെ. അപ്പൊ നമുക്ക് യുക്തി എന്ന് സത്യത്തിൽ പറയേണ്ട ലോജിക്കിനെ ബുദ്ധി എന്ന് പറയലാണ് സേഫ്. ബുദ്ധി എന്ന് പറയലാണ് സേഫ്. യുക്തി ഒരു കൊണ്ടായല്ലോ ഇപ്പൊ. ഓക്കെ. അപ്പോൾ മതവിശ്വാസം നേരത്തെ ലോജിക്കലാണോ അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്നത് ലോജിക്കലാണോ എന്നതാണ് ഇവിടുത്തെ ഒരു കാര്യം. ലോജിക്കൽ എവിഡൻസ് ദൈവം ഉണ്ട് എന്നുള്ളതിന് മാത്രമേ ഉള്ളൂ. നിരീശ്വരവാദത്തിന് എന്ത് എവിഡൻസ് ഇല്ല? ലോജിക്കൽ എവിഡൻസ് ഇല്ല. ഇപ്പൊ നിരീശ്വരവാദത്തിന്റെ ഏക തെളിവ് എന്താ പറയാ? ദൈവം ഇല്ല. കാരണം ദൈവം ഉണ്ട് എന്നതിന് ശാസ്ത്രീയമായ തെളിവില്ല. ഇത് ശാസ്ത്രമാത്രവാദമാണ്, ഇത് എംപിരിസിസ് ആണ്. ദൈവം ഉണ്ട് എന്നതിന് ശാസ്ത്രീയമായ തെളിവില്ല. ഓക്കെ. ദൈവം ശാസ്ത്രമാണോ? ശാസ്ത്രത്തിന്റെ പരിധിയിൽ പെടുന്ന ഒരു സാധനമാണോ? അതല്ലല്ലോ. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളതിനെ കുറിച്ച് പഠിക്കുക, ഭൗതികമായ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള വ്യവസ്ഥാപിതമായ പഠനമാണ്. ദൈവം എന്തല്ല? ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ല. അപ്പൊ ദൈവത്തെ കുറിച്ച് പഠിക്കാനുള്ളതല്ല എന്ത്? അത് മാത്രമല്ല, ഇപ്പൊ സയൻസ് തന്നെ വർക്ക് ചെയ്യുന്നത് കോസ് ആൻഡ് എഫക്റ്റ് മുഖേനയാണല്ലോ. സയൻസ് ഒരു കാരണം ഉണ്ട് എന്ന് മനസ്സിലാക്കിയ കാരണത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയുള്ള സയൻസ് ചെയ്യാം. പക്ഷെ ആ ഒരു ചിന്ത വരെ പ്രപഞ്ചത്തിലേക്ക് അപ്ലൈ ചെയ്യൂല. ബാക്കിയുള്ള ഇവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇവരത് ഉപയോഗിക്കുകയും മറിച്ച് ഈ കാര്യത്തിൽ മാത്രം വരുമ്പോ അത് മാറ്റുക. അത് ശാസ്ത്രവുമല്ല, എല്ലാത്തിനും പേരിൽ കാരണം ഉണ്ട്, അത് ലോജിക്കാണ്. അപ്പോൾ ലോജിക് കൊണ്ട് മാത്രമേ ദൈവം ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റൂ. മാത്രമല്ല നിരീശ്വരവാദത്തിന്റെ ഏക തെളിവ് ദൈവം ഉണ്ട് എന്നതിന് ശാസ്ത്രീയമായ തെളിവില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവം ശാസ്ത്രത്തിന്റെ ഭാഗമല്ല. അപ്പോൾ ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ലാത്ത ദൈവത്തിന് ശാസ്ത്രീയമായ തെളിവ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഉദാഹരണം പറയാറുണ്ട്. തെർമോമീറ്ററിൽ കയറി നിന്നിട്ട് വെയിറ്റ് അളക്കണ പോലെയാണെന്ന്. ഒരാൾ തെർമോമീറ്ററിൽ കയറി നിന്നു, എന്നിട്ട് നോക്കിയപ്പോൾ അതിൽ വെയിറ്റ് കാണിച്ചില്ല. അപ്പോൾ ആൾ പറയണേ എനിക്ക് വെയിറ്റ് ഇല്ല. കാരണം എന്താ? തെർമോമീറ്ററിൽ കാണിച്ചില്ല. തെർമോമീറ്റർ വെയിറ്റ് അളക്കാനുള്ളതല്ല. കാരണം അതുപോലെ ശാസ്ത്രം ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാനുള്ളതല്ല, രണ്ടിനുള്ളതല്ല ശാസ്ത്രം. അപ്പൊ ശാസ്ത്രീയമായ തെളിവ് ദൈവത്തിനില്ല, അതുകൊണ്ട് ഞങ്ങൾ ശാസ്ത്രത്തെ മാത്രമേ അംഗീകരിക്കൂ എന്ന് പറയുന്നവരാണ് ഇവർ. നമ്മൾ പറയുന്നത് ദൈവത്തിന് തെളിവ് ബുദ്ധിപരമായ ലോജിക്കൽ എവിഡൻസ് ആണുള്ളത്. കണ്ടിൻജൻസി ആർഗ്യുമെന്റ്, കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്, ഇതൊന്നും ഒരു കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. സെൽഫ് എവിഡന്റ് ആർഗ്യുമെന്റ്. അപ്പോൾ ബുദ്ധി കൊണ്ട് മാത്രമേ, ലോജിക്ക് കൊണ്ട് മാത്രമേ, ഇനി ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുന്ന യുക്തി കൊണ്ട് മാത്രമേ ദൈവം ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിയൂ. നിരീശ്വരവാദത്തിന് യുക്തിപരമായ, ലോജിക്കലായ, ബുദ്ധിപരമായ എവിഡൻസ് ഇല്ല എന്ന അടിസ്ഥാന കാര്യം പോലും ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഒരുപാട് ആളുകൾ, ഇപ്പൊ നമ്മൾ ഈ ഒരു ചർച്ച പറയുമ്പോൾ തന്നെ ഇതല്പം ഫിലോസഫിക്കലാണ്, അപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകാതെ ഇപ്പോഴും ദൈവം ഇല്ല എന്നതിനാണ് യുക്തിപരമായ തെളിവ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ഈ കാര്യം വിശദീകരിച്ചു. ഇല്ല എന്ന വാദത്തിന്
തെളിവ് കൊണ്ടുവരേണ്ടതില്ല എന്ന് വരെ പറയുന്ന സാധ്യത. തങ്ങൾക്ക് തെളിവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ തങ്ങൾക്ക് ബേഡറൂം പ്രൂഫ് തങ്ങളുടെ മുകളിൽ ഇല്ല എന്നുള്ള വാദമായിട്ട് മുന്നോട്ട് വരുന്നത് കാണാൻ കഴിയും. തെളിവില്ല വെളിവില്ല എന്ന് കൂടെ പറയാണ് ചെയ്യണത്.